ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് റിസോഴ്സസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അപ്പോൾ അതിലേക്ക് നോക്കുന്നതിന് മുമ്പ് ഈ ചാനൽ അറിഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് നോക്കാം. We share this planet with millions of other living beings, starting from microorganisms and bacteria, lichens to banyan trees, elephants and blue whales. This entire habitat that we live in has immense biodiversity. We humans, along with all living organisms, form a complex ecological system in which we are only a part and very much dependent on this system for our own existence. For example, the plants, animals, and microorganisms recreate the quality of the air we breathe, the water we drink, and the soil that produces our food, without which we cannot survive. Forests play a key role in the ecological balance, as these are also the primary producers on which all other living depend. അപ്പോൾ നമുക്കറിയാം നമ്മുടെ പ്ലാനറ്റ്, അപ്പോൾ അതിനകത്ത് എന്തുണ്ട്, നമ്മൾ മാത്രമല്ല ഒരുപാട് തരത്തിലുള്ള ജീവജാലങ്ങളുണ്ട്. മൈക്രോ ഓർഗാനിസം മുതൽ ബാക്ടീരിയ, ലൈച്ചൻസ്, ബനിയൻ ട്രീ, എലിഫൻസ്, ബ്ലൂ വെയിൽസ്, അങ്ങനെ ഒരുപാട് തരത്തിലുള്ള ലിവിങ് ഓർഗാനിസം നമ്മുടെ ലോകത്തുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബാക്കിയുള്ള എല്ലാ ലിവിങ് ഓർഗാനിസവും നമുക്ക് അത്യന്താപേക്ഷികമാണ്. കാരണം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ പ്ലാന്റ്സ് ഒക്കെയാണ് നമുക്ക് വേണ്ടി ആ ഒരു എയറിൻ്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് നോക്കുകയാണെങ്കിൽ നമുക്ക് വേണ്ട ഫുഡ് വേണമെങ്കിൽ അതെന്താണ്, സോയിൽ വേണം. സോയിൽ വഴി പ്ലാന്റ്സ് വളർന്ന് അതിൽ നിന്നാണ് നമുക്ക് ഫുഡ് കിട്ടുന്നത്. അല്ലെങ്കിൽ വാട്ടർ, അങ്ങനെയുള്ളതൊക്കെ നമ്മുടെ ബയോഡൈവേഴ്സിറ്റി, നമ്മുടെ ഈ പ്രപഞ്ചത്തിലെ ലിവിങ് ഓർഗാനിസത്തിലൂടെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതെല്ലാം ലോകത്തെ എല്ലാ ജീവജാലങ്ങളും പരസ്പരം ഡിപ്പെൻഡ് ചെയ്താണ് കഴിയുന്നത്. ഫ്ലോറ ആൻഡ് ഫൗന ഇൻ ഇന്ത്യ. ഇഫ് യു ലുക്ക് അറൗണ്ട്, you will be able to find that there are some animals and plants which are unique in your area. In fact, India is one of the world's richest countries in terms of the vast array of biological diversity. This is possibly twice or thrice the number yet to be discovered. You have already studied in detail about the extent and variety of forest and wildlife resources in India. You may have realized the importance of these resources in our daily life. These diverse flora and fauna are so well integrated in our daily life that we take these for granted. But lately, they are under great stress, mainly due to insensitivity of our environment. നമ്മൾ നോക്കുകയാണെങ്കിൽ ചില പ്ലാന്റ്സും അനിമൽസും ഒക്കെ ഉണ്ട്. ഒരു പ്രദേശത്ത് മാത്രമായിട്ട് കാണുന്ന, അല്ലെങ്കിൽ ഒരു പ്രദേശത്ത് കേന്ദ്രീകരിച്ച് കാണുന്ന പ്ലാന്റ്സും അനിമൽസും ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അത് ഇന്ത്യയിൽ അങ്ങനെ ഒരുപാട് തരത്തിലുള്ള ആനിമൽസ് ഉണ്ട്. ഒരുപാട് നമ്മൾക്ക് ഊഹിക്കാവുന്നതിലും അപ്പുറത്തിൽ ഇന്ത്യയിൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന, അല്ലെങ്കിൽ ഇന്ത്യയുടെ ആ ക്ലൈമാറ്റിക് കണ്ടീഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരുപാട് ആനിമൽസും പ്ലാന്റ്സും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ഒരു രാജ്യത്തിൻ്റെ പ്രത്യേകതയാണ്. അതുപോലെ തന്നെ ഇതെല്ലാം നമുക്ക് അത്യാവശ്യമാണ്. കാരണം എന്ന് വെച്ചാൽ ഒരു ഫ്ലോറ ആൻഡ് ഫൗന, ഇന്ത്യയിൽ ഒരുപാട് തരത്തിലുള്ള ആ ഒരു ബയോഡൈവേഴ്സിറ്റി നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഈ ബയോഡൈവേഴ്സിറ്റിയൊക്കെ ഇപ്പോൾ നല്ല രീതിയിലുള്ള പ്രശ്നങ്ങൾ നേരിടുകയാണ്. കാരണം അതിൻ്റെ ആ ഒരു എൻവയോൺമെൻറ്റിൻ്റെ ഇൻസെൻസിറ്റിവിറ്റി കാരണം ഒരുപാട് തരത്തിലുള്ള സ്ട്രെസ്സ്, അല്ലെങ്കിൽ മീൻസ് ഒരു പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടുകൾ ഈ ബയോഡൈവേഴ്സിറ്റി നേരിടുന്നുണ്ട്. Conservation of forest and wildlife in India. Conservation in the background of rapid decline in wildlife population and forestry has become essential. But why do we need to conserve our forest and wildlife? Conservation preserves the ecological diversity and our life support system, water, air, and soil. It also preserves the genetic diversity of the plants and animals for better growth and species and breeding. For example, in agriculture, we are still dependent on traditional crop varieties. Fisheries too are heavily dependent on the maintenance of aquatic biodiversity. അടുത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഫോറസ്റ്റിനെയും വൈൽഡ് ലൈഫിനെയും കൺസർവേഷനെ പറ്റിയാണ് പറയുന്നത്. ഈ ഒരു പ്രശ്നങ്ങൾ നമ്മൾ പറഞ്ഞില്ലേ, റാപ്പിഡ് ഡിക്ലൈൻ നേരിടുകയാണ്. നമ്മുടെ വൈൽഡ് ലൈഫ് പോപ്പുലേഷൻ ആയാലും ശരി, ഫോറസ്ട്രി ആയാലും ശരി, റാപ്പിഡായിട്ട് ഡിക്ലൈൻ സംഭവിക്കുകയാണ്, അല്ലെങ്കിൽ നാശം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെ കൺസേർവ് ചെയ്യേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. കൺസേർവ് ചെയ്യണം, എന്നാലേ നമുക്കും എക്സിസ്റ്റൻസ് ഉള്ളൂ. കൺസർവേഷൻ പ്രിസർവ്സ് ദ എക്കോളജിക്കൽ ഡൈവേഴ്സിറ്റി ആൻഡ് അവർ ലൈഫ് സപ്പോർട്ട് സിസ്റ്റം, വാട്ടർ, എയർ ആൻഡ് സോയിൽ. കാരണം നമ്മുടെ ഈ ബയോഡൈവേഴ്സിറ്റി സംരക്ഷിക്കുന്നതിലൂടെ നമ്മളെ തന്നെയാണ് സംരക്ഷിക്കുന്നത്. കാരണം നമ്മുടെ ലൈഫ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നമുക്ക് വേണം. എന്നാൽ മാത്രമേ നമ്മുടെ ലൈഫിന് എക്സിസ്റ്റൻസ് ഉള്ളൂ, അതുപോലെ തന്നെ ഈ ലോകത്തിനും എക്സിസ്റ്റൻസ് ഉള്ളൂ. അപ്പോൾ അത് കൺസേർവ് ചെയ്യേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്.
അപ്പോൾ ആ കൺസർവേഷനോടെ എന്താണ് പ്ലാന്റ്സിൻ്റെയും ആനിമൽസിൻ്റെയൊക്കെ ഡൈവേഴ്സിറ്റി നമുക്ക് പ്രിസർവ് ചെയ്ത് വെക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അത് നമ്മുടെ ഒരു അത്യാവശ്യം കൂടിയാണ്. കാരണം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഫുഡിൻ്റെ കാര്യം എടുക്കുക, അല്ലെങ്കിൽ അഗ്രികൾച്ചറിൻ്റെ കാര്യം എടുക്കുക. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ആകർഷിക്കുന്നത് ട്രഡീഷണൽ ക്രോപ്പിലാണ്. അല്ലെങ്കിൽ ട്രഡീഷണൽ ക്രോപ്പിനെ ആശ്രയിച്ചാണ് നമ്മൾ ജീവിക്കുന്നത്. ഫിഷറീസിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അത് അക്വാട്ടിക് ബയോഡൈവേഴ്സിറ്റി ആശ്രയിച്ചാണ് നമ്മളിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ കൺസർവ് ചെയ്താൽ മാത്രമേ നമുക്കൊരു എക്സിസ്റ്റൻസ് ഉള്ളൂ. In the 1960s and 70s, the conservationists demanded a national wildlife protection program. The Indian Wildlife Protection Act was implemented in 1972 with various provisions for protecting habitats. An all India list of protected species was also published. The thrust of the program was towards the protecting the remaining population of certain endangered species by banning hunting, giving legal protection to their habitats, and restricting trade in wildlife. Subsequently, central and many state governments established national parks and wildlife sanctuaries, about which you have already studied. The central government also announced several projects for protecting specific animals which were gravely threatened, including the tiger, the one-horned rhinoceros, the Kashmir stag or hungal, 3 types of crocodiles: freshwater crocodile, saltwater crocodile, and the gharial, the Asiatic lion, and others. Most recently, the Indian elephant, black buck, the great Indian bustard, and the snow leopard, etc. have been given full and partial legal protection against hunting and trade throughout India. അപ്പോൾ ഇത് മനസ്സിലാക്കിക്കൊണ്ട് 1960-കളിലും 70-കളിലും എന്താണ് ഒരു നാഷണൽ പ്രൊട്ടക്ഷൻ പ്രോഗ്രാം വേണം, ഈ ആനിമൽസിൻ്റെയും വൈൽഡ് ലൈഫിൻ്റെയൊക്കെ കൺസർവേഷന് ഇങ്ങനെയുള്ള ഒരു പ്രോഗ്രാം വേണമെന്ന് പറയുകയും അതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യൻ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972 നിലവിൽ വരികയും ചെയ്തു. അപ്പോൾ അതൊക്കെ എന്താണ് ചെയ്യുന്നത്? ഈ വംശനാശം സാധ്യതയുള്ള ജീവികൾ അങ്ങനെയൊക്കെ ഉള്ളവരെ സംരക്ഷിക്കുക, അതിൻ്റെ ഹണ്ടിങ് വിരോധിക്കുക, അവർക്ക് ലീഗൽ പ്രൊട്ടക്ഷൻ കൊടുക്കുക, അവൻ്റെ ഹാബിറ്റാറ്റ് സംരക്ഷിക്കുക, ഇതൊക്കെയാണ് ചെയ്തു വരുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് സെൻട്രൽ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ് എന്താണ് നാഷണൽ പാർക്കുകൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്, വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്, ഒരുപാട് തരത്തിലുള്ള ആനിമൽസിന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട്. ടൈഗർ, വൺ ഹോൺ റൈനോസറസ്, കാശ്മീർ സ്റ്റാഗ്, അങ്ങനെ ഒരുപാട് അനിമൽസിന്. ഇപ്പോൾ അടുത്ത കാലത്ത് ഇന്ത്യൻ എലിഫൻറ്റ്, ബ്ലാക്ക് ബക്ക്, ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ്, സ്നോ ലെപ്പേർഡ്, അങ്ങനെ ഒരുപാട് ആനിമൽസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്, ഒരു ലീഗൽ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട്. ഹണ്ടിങ്ങും ട്രേഡിങ്ങും ഒക്കെ അതുവഴി നിരോധിക്കുന്നുണ്ട്. ഇനി നമുക്ക് പ്രോജക്റ്റ് ടൈഗറിനെ കുറിച്ച് നോക്കാം. Tiger is one of the key wildlife species in the faunal web. In 1973, the authorities realized that the tiger population had dwindled to 1,827 from an estimated 55,000 at the turn of the century. The major threats of tiger population are numerous, such as poaching for trade, shrinking habitat, depletion of prey-based species, growing human population, the trade of tiger skins, and the use of their bones in traditional medicines, especially in the Asian countries, left the tiger population on the verge of extinction. Since India and Nepal provide habitat to about 2/3 of the surviving tiger population in the world, these two nations became prime target for poaching and illegal trading. Project Tiger, one of the well-publicized wildlife campaigns in the world, was launched in 1973. Tiger conservation have been viewed not only as an effort to save the endangered species, but with equal importance as a means of preserving biotypes and sizable magnitude. Corbett National Park in Uttarakhand, Sundarbans National Park in West Bengal, Bandhavang National Park in Madhya Pradesh, Sariska Wildlife Sanctuary in Rajasthan, Manas Tiger Reserve in Assam, Periyar Tiger Reserve in Kerala are some of the tiger reserves of India. ഇപ്പോൾ പ്രോജക്റ്റ് ടൈഗർ എന്ന് പറയുന്നത് 1973 ടൈഗറിനെ, അതായത് നമ്മുടെ രാജ്യത്തെ കടുവകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നൊരു പദ്ധതിയാണ്. ഇതൊരു കൺസർവേഷൻ പ്രോഗ്രാമാണ്. ലോകം മുഴുവൻ അക്ലെയിംഡ് ആയ ഒരു പ്രോഗ്രാമാണിത്. ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ടൈഗേഴ്സിൻ്റെ എണ്ണം വല്ലാതെ കുറഞ്ഞതുകൊണ്ട് അവരെ കൺസേർവ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവരികയാണ്. കാരണം അവരെ ട്രഡീഷണൽ മെഡിസിൻസിലായാലും ബാക്കിയുള്ള കാര്യങ്ങളിലായാലും ടൈഗർ സ്കിൻസൊക്കെ എടുക്കുന്ന കാര്യത്തിലായാലും യൂസ് ചെയ്യുന്നത് വഴി ടൈഗേഴ്സ് എക്സ്റ്റിങ്ഷൻ ഭീഷണി നേരിടുന്നു. അവയെ സംരക്ഷിക്കാനായിട്ട് പ്രൊജക്ട് ടൈഗർ എന്ന പദ്ധതി കൊണ്ടുവരികയാണ്. അതുവഴി ഒരുപാട് നാഷണൽ പാർക്കും വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. അതിനെ കുറച്ച് എക്സാമ്പിൾസ് നമ്മുടെ കൊടുത്തിട്ടുണ്ട്. The conservation projects are now focusing on biodiversity rather than on a few of its components. There is now a more intensive search for different conservation measures
Increasingly, even insects are beginning to find a place in conservation planning. In the notification under Wildlife Act of 1980 and 86, several hundred butterflies, moths, beetles, and one dragonfly have been added to the list of protected species. In 1991, for the first time, plants were also added in the list, starting with 6 species. ഇപ്പോൾ എന്താണ്, ഇപ്പോൾ കൺസർവേഷൻ കൂടുതൽ ഡിഫറൻ്റ് ആയിക്കൊണ്ട് അല്ലെങ്കിൽ പുതിയ മെഷേഴ്സ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. പണ്ടൊക്കെ ആനിമൽസ് ആയിരുന്നെങ്കിൽ ഇപ്പോൾ അതിനകത്തേക്ക് ഇൻസെക്ട്സ് വരെ കടന്നു വന്നിട്ടുണ്ട്. വൈൽഡ് ലൈഫ് ആക്ട് ഓഫ് 1980 ആൻഡ് 86ൻ്റെ നോട്ടിഫിക്കേഷൻ പ്രകാരം ഒരുപാട് ബട്ടർഫ്ലൈസ്, മോത്സ്, ബീറ്റിൽസ്, ഡ്രാഗൺ ഫ്ലൈസ് തുടങ്ങിയ സ്പീഷീസൊക്കെ അതിനകത്തേക്ക് വന്നിട്ടുണ്ട്. പിന്നെ 1991 ആദ്യമായിട്ട് പ്ലാന്റ്സും ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട്. 6 സ്പീഷീസ് പ്ലാന്റ്സ് ആണ് അതിനകത്ത് ഇൻക്ലൂഡ് ആയിട്ടിരിക്കുന്നത്. Types and distribution of forest and wildlife resources. Even if we want to conserve our vast forest and wildlife resources, it is rather difficult to manage, control and regulate them. In India, much of its forest and wildlife resources are either owned or managed by the government through the forest department or other government departments. These are classified under the following of categories. ഇന്ത്യയിൽ ഫോറസ്റ്റിനെ പ്രധാനമായിട്ട് ഓൺ ചെയ്യുന്നത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് ആണ്. അത് നമുക്ക് ആ ഫോറസ്റ്റിനെ 3 തരത്തിലേക്ക് ക്ലാസിഫൈ ചെയ്യാം. ആദ്യത്തെ റിസർവ് ഫോറസ്റ്റ്. More than half of the total forest land has been declared as reserve forest. Reserve forests are regarded as the most valuable as far as the conservation of forests and wildlife resources are concerned. ഏകദേശം 50% കാടുകളെ റിസർവ് ഫോറസ്റ്റ് ആക്കിയാണ് വയ്ക്കുന്നത്. അതെന്തിനാണെന്ന് വെച്ചാൽ അത് മോസ്റ്റ് വാല്യുബിൾ ആയ ആ ഒരു ഫോറസ്റ്റ് ഏരിയയാണ് നമ്മൾ റിസർവ് ഫോറസ്റ്റ് ആയിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. ഇത് ഏറ്റവും കൂടുതൽ കൺസേർവ് ചെയ്യപ്പെടുന്ന ഈ റിസർവ് ഫോറസ്റ്റുകളാണ്. 2. പ്രൊട്ടക്റ്റഡ് ഫോറസ്റ്റ്. Almost 1/3 of the total forest area is protected forest as declared by the forest department. This forest land are protected from any further depletion. ഏകദേശം 1/3 ഫോറസ്റ്റ് ഏരിയ പ്രൊട്ടക്റ്റഡ് ഫോറസ്റ്റ് ആയിട്ടാണ് വെക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇത് കൂടുതൽ ഡിപ്ലീഷനിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്ത് ഇതിനെ വെക്കുകയാണ്. അൺക്ലാസ്ഡ് ഫോറസ്റ്റ്. There are other forests and wastelands belonging to both government and private individuals or communities. ഇതിലൊന്നും പെടാത്ത പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിനും കമ്മ്യൂണിറ്റീസിനും ആയിട്ട് ഉടമസ്ഥയിലുള്ള ഏരിയകളെ, ഫോറസ്റ്റ് ഏരിയകളെയാണ് അൺക്ലാസ് ഫോറസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. റിസർവ്ഡ് ആൻഡ് പ്രൊട്ടക്റ്റഡ് ഫോറസ്റ്റ് ആർ ഓൾസോ റെഫേർഡ് ടു ആസ് പെർമനൻറ്റ് ഫോറസ്റ്റ് estates maintained for the purpose of producing timber and other forest produce and for protective reason. Madhya Pradesh has largest area of permanent forest constituting 75% of its total forest area. Jammu Kashmir, Andhra Pradesh, Uttarakhand, Tamil Nadu, Kerala, West Bengal, Maharashtra have large percentage of reserve forest of its total forest area, whereas Bihar, Haryana, Punjab, Himachal Pradesh, Odisha, Rajasthan have a bulk it under protected forest. എന്താണ് അപ്പോൾ റിസർവ് ഫോറസ്റ്റും പ്രൊട്ടക്റ്റഡ് ഫോറസ്റ്റ് എന്ന് പറയുന്നത് പെർമനൻറ്റ് ഫോറസ്റ്റ് എസ്റ്റേറ്റ്സ് ആണ്. ഇത് പ്രധാനമായിട്ട് കൺസർവേഷനും അതുപോലെ തന്നെ ടിമ്പർ പ്രൊഡക്ഷനും ഒക്കെ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. മധ്യപ്രദേശാണ് ഏറ്റവും കൂടുതൽ പെർമനൻറ്റ് ഫോറസ്റ്റ് ഉള്ള സംസ്ഥാനം. ഏകദേശം 75% ടോട്ടൽ ഫോറസ്റ്റ് ഏരിയ അവിടെ പെർമനൻറ്റ് ഫോറസ്റ്റ് ആണ്. ഇനി റിസർവ് ഫോറസ്റ്റ് പ്രധാനമായിട്ടും കാണുന്നത് ജമ്മു കാശ്മീർ, ആന്ധ്രാപ്രദേശ്, ഉത്തരാഖണ്ഡ്, കേരള, തമിഴ്നാട്, വെസ്റ്റ് ബംഗാൾ, മഹാരാഷ്ട്ര തുടങ്ങിയ പ്രദേശങ്ങളിലാണ്. ബീഹാർ, ഹരിയാന, പഞ്ചാബ്, ഹിമാചൽ, ഒഡീഷ, രാജസ്ഥാൻ തുടങ്ങിയ സംസ്ഥാനങ്ങളിലാണ് പ്രൊട്ടക്റ്റഡ് ഫോറസ്റ്റ് ഏറ്റവും കൂടുതൽ കാണുന്നത്. All north eastern states and parts of Gujarat has very high percentage of their forest as unclassed forest and managed by local communities. ഗുജറാത്തിലെ പ്രദേശങ്ങളും അതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റേൺ പ്രദേശങ്ങളൊക്കെ അൺക്ലാസ് ഫോറസ്റ്റ് എന്ന ഏരിയയാണ് കൂടുതലായിട്ടുള്ളത്. കമ്മ്യൂണിറ്റി ആൻഡ് കൺസർവേഷൻ. Conservation strategies are not new in our country. We often ignore that in India, forests are also home to some of the traditional communities. In some areas, local communities are struggling to conserve these habitats along with government officials, recognizing that only this will secure their own long-term livelihood. In Sariska Tiger Reserve, Rajasthan, villagers have fought against mining by citing the Wildlife Protection Act. In many areas, villagers themselves are protecting habitat and explicitly rejecting government involvement. The inhabitants of 5 villages in Alwar district of Rajasthan have declared 1,200 hectares of forest as the Bhairav Dakhav sanctuary, declaring their own set of rules and regulations do not allow hunting and they are protecting the wildlife against outside encroachment. അപ്പോൾ
മിക്ക പ്രദേശങ്ങളും ഇന്ത്യൻ രാജ്യത്തിൻ്റെ മിക്ക പ്രദേശങ്ങളും എന്താണ് ഒരു ട്രഡീഷണൽ കമ്മ്യൂണിറ്റീസിന് ഇമ്പോർട്ടൻ്റ് ഉള്ള പ്രദേശങ്ങളാണ്. കാരണം ഒരു ഫോറസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. സരിസ്ക ടൈഗർ റിസർവിൽ രാജസ്ഥാനിലെ വില്ലേജേഴ്സ് എന്നാണ് ചെയ്തതെന്ന് വെച്ചാൽ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിനെ ചൂണ്ടിക്കാട്ടി അവിടുത്തെ മൈനിങ് അതൊക്കെ നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് അവർ ഫൗട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ രാജസ്ഥാനിലെ അൽവാർ ഡിസ്ട്രിക്റ്റിലുള്ള പ്രദേശത്തെ വില്ലേജേഴ്സ് ഏകദേശം 1200 ഹെക്ടേഴ്സ് ലാൻഡ് തന്നെ ഒരു ഫോറസ്റ്റ് തന്നെ ഒരു ഭൈരവദേവ് ദഖാവ് സെഞ്ചുറി എന്ന പേരിൽ അവരുടെ സെറ്റ് ഓഫ് റൂൾസൊക്കെ വെച്ച് പരിപാലിക്കുന്നുണ്ട്. ദ ഫേമസ് സിപ്കോ മൂവ്മെൻറ്റ് ഇൻ ദ ഹിമാലയാസ് has not only resisted deforestation in several areas but also shown that community afforestation with indigenous species can be enormously successful. Attempts to revive the traditional conservation method or developing new methods of ecological farming are now widespread. Farmers and citizen groups like Beach Bachao Andolan in Tehri and Navdhanya have shown that adequate levels of diversified crop production without the use of synthetic chemicals are possible and economically viable. അപ്പോൾ എന്താണ് ചിപ്കോ മൂൺ നമുക്ക് എല്ലാവർക്കും അറിയാം. ഹിമാലയസിലെ അഫോറസ്റ്റേഷന് വേണ്ടി നടത്തിയൊരു ഡിഫോറസ്റ്റേഷനെതിരെ നടത്തിയൊരു ക്യാമ്പയിനായിട്ട് നമുക്കതിനെ കാണാൻ പറ്റത്തില്ല. എന്താണ് കമ്മ്യൂണിറ്റി അഫോറസ്റ്റേഷൻ, ഇൻഡിജിനസ് സ്പീഷീസിനെ ഉൾപ്പെടുത്തിയുള്ള കമ്മ്യൂണിറ്റി അഫോറസ്റ്റേഷൻ വളരെ രീതിയിൽ എനോമസ്ലി സക്സസ്ഫുൾ ആയിരിക്കുമെന്ന് കാണിച്ചൊരു പ്രസ്ഥാനമാണ്. അത് നമുക്ക് പറയാൻ പറ്റും. അതുപോലെ തന്നെ തെഹ്രിയിലെ ബീച്ച് ബച്ചാവോ ആന്തോളൻ, നവധാന്യ തുടങ്ങിയ ഫാമേഴ്സ്, സിറ്റിസൺ ഗ്രൂപ്പ്സൊക്കെ ക്രോപ്പ് പ്രൊഡക്ഷൻ കാണിക്കുന്നതും കെമിക്കൽ പെസ്റ്റിസൈഡ്സ് അങ്ങനെയുള്ള സിന്തറ്റിക് കെമിക്കൽസ് ഒന്നും ഇല്ലാതെ നടത്തുന്ന ആ ഒരു ക്രോപ്പ് പ്രൊഡക്ഷന് എക്കണോമിക്കലി വയബിൾ ആണെന്ന് കാണിക്കുന്നത് നമ്മൾ എടുത്തു കാണിക്കേണ്ട ഒന്ന് തന്നെയാണ്. ഇൻ ഇന്ത്യ, Joint Forest Management (JFM) program furnishes a good example for involving local communities in management and restoration of degraded forests. The program have been formal existence since 1988 when the state of Odisha passed the first resolution for the Joint Forest Management. JFM depends on the formation of local village institutions that undertake protection and activities mostly on degraded forest and managed by the Forest Department. In return, the members of these communities are entitled to intermediary benefits like loan timber forest producers and share the timber harvested by successful protection. അപ്പോൾ എന്താണ് 1988 ഒഡീഷയിൽ ആദ്യമായിട്ട് വന്നൊരു പദ്ധതിയാണ് ഈ ജോയിൻറ്റ് ഫോറസ്റ്റ് മാനേജ്മെൻറ്റ്. ഇതിപ്പോൾ ഇന്ത്യയിൽ എല്ലായിടത്തും കാണാൻ പറ്റുന്നൊരു പദ്ധതിയാണ്. ലോക്കൽ കമ്മ്യൂണിറ്റീസിനെയൊക്കെ ഉൾപ്പെടുത്തി ഫോറസ്റ്റ് കൺസർവേഷനാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യമിടുന്നത്. അപ്പോൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മേൽനോട്ടത്തിലുള്ള വില്ലേജേഴ്സിൻ്റെയൊക്കെ സഹായത്തോടു കൂടി അവിടെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതും അതിൻ്റെ ഒരു ടിമ്മർ പ്രൊഡക്ഷൻ വഴി കിട്ടുന്ന ഒരു സക്സസ്ഫുൾ ഒരു ഷെയർ കിട്ടുക, അങ്ങനെയുള്ള പദ്ധതികളൊക്കെയാണ്. അവരെ കൂടി ഒരു ഗുണഭോക്താവാക്കി കൊണ്ടുവരുന്ന ഒരു പദ്ധതിയാണ് ഈ ജോയിൻറ്റ് ഫോറസ്റ്റ് മാനേജ്മെൻറ്റ്. The clear wish lesson for the dynamics of both environmental destruction and reconstruction in India is that local communities everywhere have to be involved in some kind of natural resource management, but there is still a long way to go before local communities are kept at central stage in decision making, accept activities that are people centric, environmental friendly and economically rewarding. അപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി തരുന്നതെന്ന് വെച്ചാൽ ഒരു റീകൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ എൻവയോൺമെൻറ്റൽ ഡിസ്ട്രക്ഷനെതിരെ പോരാടുമ്പോൾ അല്ലെങ്കിൽ റീകൺസ്ട്രക്ഷൻ വേണ്ടി പോരാടുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും നാച്ചുറൽ റിസോഴ്സ് മാനേജ്മെൻറ്റിന് വേണ്ടി പോരാടുമ്പോൾ പ്രധാനമായിട്ടും നമുക്ക് ലോക്കൽ കമ്മ്യൂണിറ്റീസിനെ നമ്മൾ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. അവരുടെ കൂടെ ഹെൽപ്പോട് കൂടി മാത്രമേ നമുക്ക് ആ ഗോൾ അറ്റൈൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ചാപ്റ്റർ. താങ്ക് യു.